അങ്ങനെ സ്ക്രാച്ച് ആൻഡ് വിന്നിന്റെ രണ്ടാമത്തെ ഘട്ടം വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാണ് അവരെല്ലാവരും പറഞ്ഞത് ഇത് മനസ്സിലായത്. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ഈ ഒളിച്ചു വെച്ചേക്കുന്ന കാർഡൊന്നും കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. എങ്കിലും നല്ല രീതിയിൽ തന്നെ ഷാനവാസിന് കുറെ കിട്ടുന്നുണ്ടായിരുന്നു, പിന്നെ അനുമോൾക്ക് കിട്ടി, അക്ബറിന് 4 കണ്ടാന്ന് തോന്നുന്നു കിട്ടിയത്. അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കുറെയൊക്കെ കിട്ടി. പക്ഷെ പണി കിട്ടിയത് 2 പേർക്കാണ്. അത് നമ്മുടെ സ്ട്രോങ്സ്റ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള അനുമോൾക്കും അനീഷിനുമാണ്. പക്ഷെ അനീഷിന് കിട്ടിയത് വലിയ കുഴപ്പമില്ല. അനീഷിന് കിട്ടിയത് അനുമോൾക്ക് കിട്ടിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അനുമോൾക്ക് ശരിക്കും കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ശരിക്കും ഈ പറയുന്ന അനുമോൾക്ക് കിട്ടിയ പണിയുണ്ടല്ലോ, അത് വേറെ ആർക്ക് കിട്ടിയാലും വലിയൊരു പ്രശ്നം ആവത്തില്ലായിരുന്നു. പക്ഷെ അത് അനുമോൾക്കാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. വേറൊന്നുമല്ല, ദീപാവലി വരാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു ദിവാലിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്വീറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റുകൾ കാണുമല്ലോ, വീട്ടുകാർ അയക്കാൻ പോകുന്ന ഗിഫ്റ്റുകൾ, അത് ഈ പണി കിട്ടിയ ആൾക്ക്, അതായത് അനുമോൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അനുമോൾക്ക് അത് വീട്ടുകാരെ കൊടുക്കുന്നത് എത്തിച്ചു കൊടുക്കില്ല. അപ്പോൾ ഇപ്പോഴേ ഓർത്തോ, ഓൾറെഡി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുത്തിട്ടില്ലെങ്കിൽ അനുമോളുടെ വീട്ടുകാർ ഇനി അങ്ങോട്ട് ഗിഫ്റ്റ് ഒന്നും അയക്കണ്ട. അപ്പം ഈ ഒരു ടാസ്കിൽ, ഈ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ, അതൊരു പണിയാണ്. ആ ഒരു പണി കിട്ടിയ സമയത്ത് തന്നെ അനുമോള് പറയുന്നുണ്ട്, ശരിക്കും ഇതൊരു വലിയ പണിയായി പോയി എന്ന്. പക്ഷെ ഷെയർ ചെയ്യാനോ മറ്റൊന്നിനോ അനുമോൾക്ക് ഇന്ന് ആരും കൂട്ടില്ല. ഒറ്റയ്ക്കാണ്. ആദില നൂറയുമായിട്ട് കംപ്ലീറ്റ്ലി അനുമോള് പിണങ്ങിയിരിക്കുകയാണ്. ഒട്ടും മിണ്ടാൻ താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് അനുമോള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.